ഹായ് മക്കളെ, നീറ്റ് 2025 ഇനി വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ എവിടെയാണ് ഫോക്കസ് കൊടുക്കാനുള്ളത്? കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണോ, അതോ തിയറിയിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് നമ്മൾ പഠിക്കണോ? അപ്പോൾ ബേസിക്കലി നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും എടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്വാഭാവികമായും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്ത് കാണും, ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടാകും, വിച്ച് ഇസ് ക്വയറ്റ് നോർമൽ. എന്നാലും നമ്മൾ ഒന്ന് ആവറേജ് ആയി നോക്കുമ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്സിലുമുള്ള നമ്മളുടെ ഒരു നോളജിനെ നമുക്കൊരു പെർസെൻറ്റേജ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും എഴുതി വെച്ച് ഇതിൽ എത്ര പെർസെൻറ്റേജ് എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ശേഷം നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ച് കുറവുള്ള ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് സ്പെസിഫിക് ആയി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഈ ടോപ്പിക്സിനെയാണ് ശരിക്കും നമുക്ക് ബാക്ക്ലോഗ് എന്ന് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് മറന്നുപോയതിനെ നമുക്ക് ബാക്ക്ലോഗ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിടികിട്ടും. പലപ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും ബയോളജി പോലത്തെ സബ്ജക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ആലോചിക്കും, തിയറി ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചു പോയാൽ പോരെ. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ഒരു റിലവൻസ് ഉണ്ടോ? ശരിക്കും ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും റിലവൻസ് ഉള്ളത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിനാണ്. ബയോളജി നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻറ്റും ഈസിയുമായി തോന്നുന്ന സബ്ജക്റ്റിൽ ആദ്യമൊക്കെ നല്ല സ്കോർ ആയിരുന്നു, എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ കുറഞ്ഞു വന്നിട്ടുള്ളപ്പോൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് കൂടുതൽ വരിക ബയോളജിയിലാണ്. ഇതിന് പലപ്പോഴും കാരണമാവുന്നതും നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന അതേപോലെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നതാണ്. തിയറിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. പലപ്പോഴും തിയറി കംപ്ലീറ്റ് ആയി അറിയാവുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റഡ് ആയി ചോദിക്കുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി ആ സമയത്തിനുള്ളിൽ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു സമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ തിയറി വായിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലേറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് റിവൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് യു ടേക്ക് സം ക്വസ്റ്റ്യൻസ്, ഡു ദാറ്റ് ക്വസ്റ്റ്യൻസ്. ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ മിസ്റ്റേക്സ് വരുമല്ലേ, ഈ മിസ്റ്റേക്സ് അനലൈസ് ചെയ്തുകൊണ്ട് പതുക്കെ തിയറി ഒന്ന് വായിച്ചാലും മതി. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ റീപ്രാക്ടീസ് ചെയ്താൽ മതിയോ? പലപ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലും റീപ്രാക്ടീസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. എന്നാൽ ബയോളജിയിൽ റീപ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എക്സാമിന് ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നെയും റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. എന്നാൽ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സിലേക്ക് വളരെ അധികം എളുപ്പം എത്താൻ പറ്റില്ല. അറിയാവുന്ന തിയറി തന്നെ ഒരു ന്യൂ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്ത് ആൻസറിൽ എത്താൻ സമയമെടുക്കും. അതാണ് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്. പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം, അല്ലെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ പല വെറൈറ്റീസ് കാണാം. ഇതിലാണ് നീറ്റ് ആസ്പിറൻസ് ആയുള്ള എല്ലാ കുട്ടികളും ലാസ്റ്റ് നിമിഷം ബുദ്ധിമുട്ടുക. ഇത്രയും നാൾ ഓക്കെയാണ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്തു. എന്നാൽ ലാസ്റ്റ് ആവാൻ നേരത്ത് നമ്മൾ ഫുൾ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് തന്നെ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കും. അത് നിങ്ങൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് നീറ്റ് പ്രിപ്പറേഷനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇൻ സിലബസ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ശരിക്കും നമ്മളുടെ ഈ XPL ബാച്ചിലെ ഈ XPL 3.0 ഈ ഒരു ഫുൾ കോഴ്സ് പ്ലാൻ നിങ്ങളെ സഹായിക്കാൻ പോവുക. 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്ന വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് എക്സാംസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുന്നു, ദെൻ യു ഹാവ് എൻ എക്സാം, ദെൻ യു ഹാവ് മൊഡ്യൂൾ എക്സാംസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറഞ്ഞ ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ്, ന്യൂ ആൻഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ടോപ്പിക്കിൽ എത്ര കോൺഫിഡൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഈസി ലെവൽ ടു ഡിഫിക്കൽട്ട് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഫൈനൽ പാർട്ടായി നമ്മൾ കൊടുക്കുന്ന എൻ ഗെയിം ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ എക്സാംസ് ആവട്ടെ, GIBs ആവട്ടെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വീക്ക്ലി എക്സാംസ് ലൈക്ക്
സൈലം ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മൊഡ്യൂൾ ക്വസ്റ്റ്യൻസ്, ആൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ബി നീറ്റ് പാറ്റേൺ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് വിൽ ഓൾ ഹെൽപ്പ് യു ഇൻ പ്രാക്ടീസിങ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വേണ്ട. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്ന സംശയം ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് സൊല്യൂഷൻ നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. AI ഗുരു ഉണ്ട്. ഇത് നിങ്ങൾ സാധാരണ ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPT ഒക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അവരൊരു വലിയ ആൻസർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെയല്ല. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ഡെവലപ്പ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ AI ഗുരു നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻസും കിട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്ത് ഡൗട്ട് അടിച്ചാൽ എങ്ങനെ പിന്നെ അതിനെ ഓവർകം ചെയ്യണമെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സോ ദിസ് ഇസ് എ ബെസ്റ്റ് സ്റ്റഡി പാക്കേജ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പാക്കേജ് തന്നെ വിത്ത് ആൻഡ് വിത്തൗട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിന്റെ ഫീ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റിലെ പ്രിപ്പറേഷൻ ഏറ്റവും ഗംഭീരമായി, ഏറ്റവും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത്, അതും നീറ്റ് സിലബസ്, നീറ്റ് പാറ്റേൺ ബേസ് തന്നെ ചെയ്ത് പഠിക്കുക എന്നുള്ളതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സൈലം കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് നീറ്റ് 2025 ക്രാക്ക് ചെയ്യാം.